നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇപ്പോൾ നടന്നു വരികയാണല്ലോ. നമുക്കറിയാം, എല്ലാ വർഷവും കൊട്ടിയൂർ ഉത്സവത്തിന് വളരെ വലിയ തിരക്കാണ് ഉണ്ടാകാറ്. ഇത്തവണ ഏറ്റവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുതന്നെ നമ്മൾ കേരളക്കാർ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തർ ഇത്തവണ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. അതിൻ്റേതായ ചില പ്രശ്നങ്ങളും അവിടെ കാണാൻ കഴിയും. സാധാരണ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് കൊട്ടിയൂർ ഉത്സവം കൊണ്ടാടുന്നത്. പക്ഷേ ഇത്തവണ വലിയ ബഹളവും അടിയും ഒക്കെ നടന്നിരിക്കുകയാണ്. പല ആളുകളും പാർക്കിലോ ബീച്ചിലോ ഒക്കെ ടൂറ് പോയ പോലെയുള്ള പെരുമാറ്റമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ബഹളം വെച്ച് ഒരു ക്ഷേത്രത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം. കൊട്ടിയൂർ ഒരു ദക്ഷയാഗം നടന്ന ഭൂമിയാണ്, യജ്ഞഭൂമി. അവിടെ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അത് അറിയാതെയാണ് പല ആളുകളും അവിടെ പെരുമാറുന്നത്. ഇത്തവണ പ്രശ്നമുണ്ടാക്കുന്നത് കന്നഡക്കാരാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം കർണാടകത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും മലയാളീസാണ് ദർശനം നടത്തുന്നത്. അപ്പോൾ അവരിവിടെ വരുന്നത് ഈ കൊട്ടിയൂർ സീസൺ എന്ന് പറയുന്നത് 3-4 ആഴ്ച മാത്രമാണ്. ആ സമയത്താണ് അവർ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക, അവർക്കിതിനെപ്പറ്റി അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക ഒക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാ വർഷവും കൊട്ടിയൂർ ദർശനത്തിന് പോകുന്ന കണ്ണൂർ ജില്ലയിൽ ഉള്ളവർ പോലും ഇത്തവണ പോകാൻ മടിക്കുകയാണ്. കാരണം അതുപോലുള്ള തിരക്കും പ്രശ്നങ്ങളും കാരണം. ഈ വരുന്നവർ കൂടുതലും റീൽസൊക്കെ കണ്ടിട്ട് വരുന്നവരായിരിക്കും. അവർക്ക് അറിവില്ലായിരിക്കും അവിടുത്തെ ക്ഷേത്രത്തിൽ എങ്ങനെ പെരുമാറണം, അവിടുത്തെ ഐതിഹ്യം എന്താണെന്ന്. അത് പറഞ്ഞു കൊടുക്കേണ്ട കടമ ഈ ദേവസ്വത്തിനുണ്ട്. അപ്പോൾ ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് അക്കരയിലേക്ക് പോകുമ്പോൾ തന്നെ ഇതിന്റെ വിവരങ്ങളൊക്കെ അവരെ ധരിപ്പിക്കേണ്ടതാണ്. എല്ലാവരോടും നേരിട്ട് ഇത് പറയാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷകളിലുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രകൃതിദത്തമായ ക്ഷേത്രമാണ്, അല്ലാതെ വെറുമൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഇവിടെ ക്ഷേത്രം പോലും താൽക്കാലിക നിർമ്മിതിയാണ്. പരിപാവനമായ ഒരു പുണ്യ സ്ഥലമാണിത്. ഇവിടെ എത്തുന്നത് തന്നെ മഹാപുണ്യമെന്ന് കരുതുന്ന ഒരു ഇടം. അവിടെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളും അടികളും ഒക്കെ ഉണ്ടാക്കുന്നത്. വാളണ്ടിയർമാരും മനുഷ്യത്വപരമായി മറ്റുള്ളവരോട് പെരുമാറണം. വെറും റീൽസ് ചിത്രീകരിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രം കൊട്ടിയൂരിനെ കാണാതിരിക്കുക. വളരെ ഭക്തിയോടെ പോയി തൊഴുതാ നിങ്ങൾക്ക് അതിന്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും. ഇനി ഭക്തിയില്ലാത്തവർക്ക് സ്ഥലം കാണണം എന്നാണ് തോന്നുന്നതെങ്കിൽ പോവുക, ശാന്തമായി കണ്ട് തിരിച്ചു പോരുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നീയും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ് വീഡിയോ ചിത്രീകരിക്കുന്നത്. അതുപോലെ കുറെ പേർ അമ്മാറക്കൽ തറയിൽ പോലും കല്ലുകൾ പെറുക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും കൊട്ടിയൂരെ ആചാരമേ അല്ല. ഭക്തർക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിർഭാഗ്യവശാൽ ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അടുത്ത തവണയെങ്കിലും എല്ലാവർക്കും സമാധാനപരമായി ദർശനം നടത്താനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുക. എല്ലാവർക്കും കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു.